അനീഷ്, ഇതിൽ മലബാറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലീഗിന്റെയും സമസ്തയുടെയും ഒരു ആവശ്യം ആണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന്. അതിൽ ലീഗ് PM A സലാമിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട ശേഷം അനീഷിലേക്ക് വരാം. റൈറ്റ് അനീഷ്, അതായത് വിശ്വാസികൾക്ക് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം എന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടാകും. പോളിംഗിനെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് ലീഗും അതോടൊപ്പം സമസ്തയും പറയുന്നത്. ഇങ്ങനെയൊരു പ്രതിഷേധം ശക്തമാക്കുമോ ഇരുവരും? തീർച്ചയായും അതിനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ കേരളത്തിൽ പലപ്പോഴും ലക്ഷ്യമുള്ള ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് പല കോണുകളിൽ നിന്നും. ഈ പല വിശ്വാസികൾക്കും ആഘോഷങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ, മറ്റു ഉത്സവങ്ങൾ തുടങ്ങിയ പല ദിവസങ്ങളും ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടതാണ്. പലപ്പോഴും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് സംഘടനകൾ ആ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബുദ്ധിമുട്ടാണ്, മറ്റൊരു സൗകര്യപ്രദമായ ദിവസം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇത്തവണ വെള്ളിയാഴ്ച ദിനം തെരഞ്ഞെടുപ്പിനായി അല്ലെങ്കിൽ പോളിംഗിനായി തെരഞ്ഞെടുത്തതിന് എതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം മുസ്ലിം ലീഗാണ് ഈ കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കാരണം ജുമാ ദിനമായതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന വോട്ടെടുപ്പിനെത്തുന്ന ആളുകൾക്ക്, ഒപ്പം ഈ പോളിംഗ് ഉദ്യോഗസ്ഥരായി വരുന്ന ജീവനക്കാർക്ക്, ഒപ്പം ഈ പോളിംഗ് ഏജന്റുമാരായി മറ്റുമൊക്കെ ബൂത്തിലിരിക്കുന്ന ആളുകളുണ്ട്, ബൂത്ത് ഏജന്റുമാരായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ 3 തരത്തിലുള്ള ആളുകൾക്കും ഈ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബുദ്ധിമുട്ടാവും. അത് പോളിംഗിനെ തന്നെ ദോഷകരമായി ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ സമസ്തയും നിലപാട് അറിയിച്ച് മുന്നോട്ട് വന്നു. സമസ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇമെയിൽ അയക്കുകയും ചെയ്തു. ഇതിനുശേഷം കാന്തപുരം വിഭാഗവും ഈ ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തു. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് ആ ദിനത്തിൽ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും കേരള മുസ്ലിം ജമാഅത്ത് ഓൺലൈൻ യോഗം ചേർന്നിരുന്നു ഇന്നലെ അടിയന്തരമായി. ഇതിനുശേഷം ആണ് ഇത്തരം ഒരു തീരുമാനത്തിൽ ഒരു സംയോജിത രൂപത്തിലുള്ള സന്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരിയും വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അടക്കമുള്ള സയ്യിദ് അലവി മാസ്റ്റർ അടക്കമുള്ള മുസ്ലിം പണ്ഡിതരാണ് ഓൺലൈനായി യോഗം ചേരുകയും ഇത്തരമൊരു നിർദ്ദേശം അയക്കുകയും ചെയ്തത്. എന്തായാലും ഈ വോട്ടെടുപ്പിൻ്റെ ക്രമം നിശ്ചയിച്ചാൽ ഈ ഏപ്രിൽ 19-നാണ് ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന് ശേഷം 3ാം ഘട്ടം വരുമ്പോൾ മെയ് മാസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള ഒരു അകലം, അതായത് മെയ് 7-നാണ് 3ാം ഘട്ടം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ 3ാം ഘട്ടത്തിലേക്കോ ആദ്യ ഘട്ടത്തിലേക്കോ ഒക്കെ നീക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രീതിയിൽ ഈ ആവശ്യത്തോട് പരിഗണിക്കും എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തയില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടുകൂടി അവരുടെ എതിർപ്പ്, വിയോജിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനകം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ രാജ്യവ്യാപകമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടുത്തെ പ്രാദേശിക ആഘോഷങ്ങൾ, പ്രധാന ഉത്സവങ്ങൾ, ആളുകളുടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരം ഘടകങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഇത്തരമൊരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ സുരക്ഷ ഒഴിവാക്കുന്നത്, മറ്റു ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഇത്തരമൊരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തീയതിയിൽ ഈ അതത് ഘട്ടങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ആ സമയക്രമത്തിൽ നിന്നും മാറ്റുമോ എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം ചില ഇടങ്ങളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഇതിനൊപ്പം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ ബാധിക്കുന്ന ഒരു ദിനം ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ എതിർപ്പുകളും ഒപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇമെയിൽ അയക്കുന്നതിനും മറ്റുമൊക്കെ ഇതിനോടകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളും അവരുടെ നിലപാടുകൾ വരും മണിക്കൂറിൽ ഈ വിഷയത്തിൽ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, നേരത്തെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് റിപ്പോർട്ട് ചെയ്തതിലെ കൗതുകം ഇന്നിപ്പോൾ ന്യായയാത്രയുടെ സമാപനമാണ്. അതിൽ CPIയും പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം വയനാട്ടിലാണല്ലോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഈ മിഡിൽ കേരളയിലേക്ക് വരുമ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മുന്നണി മാറ്റങ്ങൾ കൊണ്ടൊക്കെ വളരെ കൗതുകകരമായ കാര്യമുണ്ട്. ഡാൻ സൂചിപ്പിച്ചു ആറ്റിങ്ങലിൽ പൗരത്വ പ്രതിഷേധം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ മധ്യ കേരളത്തിൽ എന്താണ് സാഹചര്യം? തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്
വിജയിച്ചു വരും എന്ന് പറയുന്ന സ്ഥാനാർത്ഥി താനാണ്, റബ്ബറിന്റെ താങ്ങുവില 250-ലേക്കൊക്കെ എത്തിക്കുമെന്നാണ്. അവിടെ ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, അതൊക്കെയാണോ ഇപ്പോഴും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം? തീർച്ചയായും അഭിലാഷ്, ഒരുപക്ഷെ CA അതിന്റെ ഒരു വലിയ പ്രതിഷേധമുണ്ടായാൽ അത് വോട്ടിൽ കാര്യമായി ബാധിക്കും എന്ന് കരുതുന്ന ഒരു മണ്ഡലമായിരിക്കില്ല കോട്ടയം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടുത്തെ പ്രതിഷേധങ്ങളൊക്കെ ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തിന്റെ സ്ഥിതി അനുസരിച്ചാണല്ലോ പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുക. ഇവിടെ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ റബ്ബർ വില 250 രൂപയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് തുഷാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്നലെ അദ്ദേഹം പറയുന്നത് തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ജയിച്ച് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും റബ്ബർ വില ഉയരുന്നുണ്ട് എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അത് ഈ 5% കയറ്റുമതിക്ക് ഇൻസെന്റീവ് നൽകിയതും ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും പല വിഭാഗങ്ങൾക്കും ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വില ഉയരാൻ പ്രധാനപ്പെട്ട കാരണമായി മാറുന്ന ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനവും ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതും എല്ലാം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായൊരു ഇടപെടൽ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ എന്തായാലും ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമെങ്കിലും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച 180 രൂപ എന്നുള്ളത് അത് ഉത്തരവാക്കി ഇറക്കിയിട്ടുണ്ട്. ഫലത്തിൽ അത് കർഷകർക്ക് ഇനി ലഭിച്ചേക്കാം എന്ന് പറയുമ്പോൾ ഈ 170 തന്നെ പ്രഖ്യാപിച്ചത് പല കാലഘട്ടങ്ങളിലും അതിന്റെ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ പ്രചരണം മുന്നണികൾ നടത്തട്ടെ ഒരു വഴിക്ക്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് അറിയാവുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം, അവർ നേരിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രചരണം കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. ഏതെങ്കിലും വാഗ്ദാനങ്ങളിൽ മാത്രം വീഴാനും സാധ്യതയില്ല. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാം നോക്കി തന്നെയായിരിക്കും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തരം വിഷയങ്ങൾ, ഈ കാർഷിക വിഷയങ്ങളിൽ ഊന്നി തന്നെയാണ് കോട്ടയത്തിന്റെ പ്രചരണം അത് പൊടിപൊടിക്കുന്നത്. ശ്രീജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതാത് പ്രദേശത്തെ എങ്ങനെ ബാധിക്കുന്നു, അവിടെ ഉള്ള ആളുകൾക്ക് ആര് ജനപ്രതിനിധിയാകുന്നതാണ് കൂടുതൽ മെച്ചം എന്നതെല്ലാം വിലയിരുത്തിയാണ് പൊതുവെ മലയാളികൾ വോട്ട് ചെയ്യുന്നത് എന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ 40 ദിവസങ്ങൾ സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും കളയാനില്ലാത്ത ദിവസങ്ങളാണ്. ആ നിലയിലേക്ക് എല്ലാവരും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.